വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് വത്തിക്കാനിൽ നിന്നുണ്ടായിരിക്കുന്നത്. പരിശുദ്ധ കന്യാമറിയത്തെ സംബന്ധിച്ച വിശേഷണങ്ങൾക്ക് വ്യക്തത വരുത്തിയിരിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന് നൽകുന്ന വിശേഷണങ്ങളെ സംബന്ധിച്ച് വത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്റിയാണ് പ്രത്യേക രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സഹരക്ഷക, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ഒഴിവാക്കണമെന്നാണ് ലയോ 14 പാപ്പ അംഗീകാരം നൽകിയിരിക്കുന്ന രേഖയിൽ പറയുന്നത്. ഏതെല്ലാം മരിയൻ ശീർഷകങ്ങളാണ് പൊതുവായി ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഡിക്കസ്റ്ററി രേഖ. വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ രേഖ മാത്തർ പോപ്പുളി ഫിദേലിസ് എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും സെക്രട്ടറി മോൺസിഞ്ഞോർ അർമാൻഡോ മത്തയോസും ചേർന്ന് ഒപ്പുവെച്ച രേഖയ്ക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ മാർപ്പാപ്പ അംഗീകാരം നൽകിയിരുന്നു. കൃപകളുടെ മാതാവ്, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും അവയുടെ അർത്ഥ വിശദീകരണങ്ങൾ ഏറെ അപകട സാധ്യത മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് രേഖയിൽ പരാമർശിക്കുന്നത്. ചില മരിയൻ ശീർഷകങ്ങൾ ശരിയായ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കാൻ കഴിയുമെങ്കിലും അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് രേഖയിൽ പറയുന്നു. സഹരക്ഷക എന്ന പദം സിദ്ധാന്തപരവും അജപാലനപരവും എക്യുമെനിക്കൽ കാരണങ്ങളാലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു എങ്കിലും വിശുദ്ധ ജോൺ പോൾ II പാപ്പ 7 സന്ദർഭങ്ങളിലെങ്കിലും ഈ ശീർഷകം ഉപയോഗിച്ചിരുന്നു എന്നാണ് രേഖ ചൂണ്ടിക്കാണിച്ചിരുന്നത്. വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാർ, വേദപാരംഗതന്മാർ, പൗരസ്ത്യ പാരമ്പര്യ ഘടകങ്ങൾ, സമീപകാല പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾ എന്നിവയാണ് ഈ രേഖയ്ക്ക് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത്. രേഖയിൽ ചില മരിയൻ ശീർഷകങ്ങൾ വിശകലനം ചെയ്യുകയും ചില ഉപയോഗങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ അമ്മ, വിശ്വാസ സമൂഹത്തിന്റെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നവനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ സഹരക്ഷക, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നിവ ഉപയോഗിച്ച് പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് അനുചിതം എന്നാണ് വത്തിക്കാൻ അസന്ദിഗ്ധമായി അറിയിക്കുന്നത്. സഹരക്ഷക എന്ന ശീർഷകം ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പയും പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ശീർഷകം ക്രിസ്തുവിന്റെ ഏക രക്ഷാധികാര മധ്യസ്ഥതയെ അവ്യക്തമാക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു രേഖകൾ പറയുന്നത്.